ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനം പഠിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിശ്ചലമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഈ നിലയിൽ നമുക്ക് യാക്കോബിന്റെ ലേഖനം പഠിക്കുവാൻ വലിയൊരു അവസരം ദൈവം നൽകി തന്നു. ദൈവത്തിനെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ ചെയ്യുവാൻ്റെ കൊണ്ടും എന്നെ പ്രകൽപ്പിച്ച BTCയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഈ പഠനത്തിൽ കൂടി മഹത്വപ്പെടുവാനായിട്ട്, നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമുക്ക് ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എനിക്ക് ഇന്നലെ തൊട്ട് ഒരു കഫക്കെട്ടുണ്ടായിരുന്നു, ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. എന്നെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവം നമ്മളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. തിരുവചന കേൾവി നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് തുടർന്നും പ്രാർത്ഥനയോടെ ആയിരിക്കാം. BTCയുടെ പ്രവർത്തനങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കും കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവിടെ പഠിക്കുവാൻ MDന്റെ കോഴ്സും പൂർത്തീകരിക്കുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു. എൻ്റെ പേര് നിങ്ങൾക്കറിയാവുന്ന പോലെ കുഞ്ഞപ്പി എന്നാണ്. ഞാൻ ചാത്തന്നൂർ ടൗൺ ബ്രദർ അസംബ്ലിയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വന്തം സ്ഥലം ചാത്തന്നൂരാണ്. നിങ്ങളെല്ലാവരെയും വ്യക്തിപരമായിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിക്കട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലയേറിയ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പഠിക്കുവാനായിട്ട് നാം താല്പര്യപ്പെടുന്ന വേദഭാഗം യാക്കോബ് എഴുതിയ ലേഖനമാണല്ലോ. അതിൽ നിന്നും അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഒരുമിച്ച്, എല്ലാം വളരെ വിശദമായിട്ട് പഠിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് പഠിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം അതിനായിട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അതിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രാരംഭമായിട്ട് ഈ യാക്കോബിന്റെ ലേഖനം പുസ്തകക്രമം അനുസരിച്ച് 20ാമത്തെ പുസ്തകമാണ്. എന്നാൽ എഴുതപ്പെട്ട കാലം അനുസരിച്ച് ഈ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമാണ് ഈ യാക്കോബിന്റെ ലേഖനം. ഇത് പൊതുലേഖനമായിട്ടാണ് ഈ ലേഖനം അറിയപ്പെടുന്നതെന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. ഇത് എഴുതിയ കാലഘട്ടം AD 45-നും 48-നും ഇടയിലാണെന്ന് ചരിത്രകാരന്മാര്, വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ഈ ഇതിന്റെ എഴുത്തുകാരൻ ഇവിടെ ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം. യാക്കോബ് എഴുതിയ ലേഖനം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഒന്നിലധികം യാക്കോബുമാരുണ്ട്. എത്ര യാക്കോബുമാരുണ്ടെന്ന് അറിയാമോ? പുതിയ നിയമത്തില് 4 യാക്കോബുമാരിൽ ഏത് യാക്കോബാണ് ഈ ലേഖനം എഴുതിയത്? യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ്. മറ്റ് 3 യാക്കോബുമാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് സെബദിയുടെ മകൻ യാക്കോബ്, അതുപോലെ അൽഫായുടെ മകൻ യാക്കോബ്, യൂദയുടെ പിതാവാകുന്ന യാക്കോബ്. എല്ലാത്തിലും അതിനകത്ത് നോട്ടിനകത്ത് അതിന്റെ റെഫറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? 2:17 ആണ്. 2:17 പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ദൃഢമാണ് എന്നുള്ളതാണ് ഇതിന്റെ വിഷയം. ഇത് ഇങ്ങനെ ഈ ലേഖനം എഴുതിയ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നാം ആദ്യമേ ചിന്തിച്ചല്ലോ, ഇത് ഒന്നാമത് പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് എഴുതിയ പുസ്തകമാണ്. അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അന്ന് പീഡനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. സ്തേഫാനോസ് എൻ്റെ മരണശേഷം വിശ്വാസികളെല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് ചിതറപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ചിതറപ്പെട്ടു പോയ ആ വിശ്വാസികൾക്ക് വേണ്ടി ഈ ലേഖനം എഴുതിയെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വേറൊരു കാര്യം പറഞ്ഞാല്, ചിതറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ദൈവമക്കൾ ചിതറിപ്പോയി. അവർക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എങ്കിലും ഇത് പൊതുവായിട്ടുള്ള ഒരു ലേഖനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പൊതുലേഖനം ഒരു വ്യക്തികൾക്ക് അത് പറഞ്ഞല്ലോ 6 ലേഖനങ്ങൾ.
എഴുതാനുള്ള കാരണം നമ്മൾ ചിന്തിക്കുകയാണ്. യഹൂദ ക്രിസ്ത്യാനികൾ അനേകം പീഡനങ്ങൾ കൂടി കടന്നു പോയപ്പോൾ, വിവിധമായ പരീക്ഷകൾ കൂടി അവർ കടന്നുപോയി, അവരെ ആ പരിശോധനകൾ കൂടി അവർ കടന്നുപോയപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാരണം, നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അത് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കർമ്മത്താലല്ല. അപ്പൊ വിശ്വാസാൽ രക്ഷിക്കപ്പെട്ടു വന്ന ദൈവമക്കൾ ഇനി ഒരു പ്രവൃത്തിയും ചെയ്യണ്ട എന്നുള്ള തെറ്റിദ്ധാരണ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകുവാനിടയായി. അങ്ങനെ ആ ധാരണയെ തിരുത്താൻ വേണ്ടി കൂടെയാണ് ഈ ലേഖനം എഴുതിയത്. കേവലം വിശ്വാസാൽ മാത്രമല്ല, ആ വിശ്വാസം പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടണം എന്നുള്ള ഒരു ആശയം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, പുതിയ നിയമ വിശ്വാസികളുടെ ജീവിതത്തിലുള്ള ചില തെറ്റുകളെ തിരുത്തുവാൻ കൂടിയാണ് ഈ ലേഖനം എഴുതിയത്. ഉദാഹരണമായിട്ട്, മുഖപക്ഷം കാണിക്കരുത്, നാവിനെ നിയന്ത്രിക്കണം, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്, കക്ഷത്തിൽ സഹിഷ്ണുത കാണിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ള ആ വിഷയങ്ങളിൽ പുതിയ നിയമ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കാനായിട്ട്, പ്രബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഹൂദ സ്വഭാവമുള്ള ഒരു ലേഖനമാണിത്. അതുപോലെ സ്വഭാവമുള്ള വേറെ ലേഖനമാണ് മത്തായി എഴുതിയ സുവിശേഷം, എബ്രായ ലേഖനം. ഇതൊക്കെയും ആ ലേഖനങ്ങള് പ്രത്യേക യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന വിശ്വാസികളെ പ്രധാനമായിട്ട് കണ്ടുകൊണ്ട് എഴുതിയ ലേഖനങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേസമയത്ത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. വിശ്വാസവും പ്രവൃത്തിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം. കൂടാതെ മൂന്നാമത്തെ ഒരു പ്രത്യേകത കൂടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ലോകമയത്വത്തിൽ നിന്നും വിശ്വാസികൾ അകന്നിരിക്കണം, അല്ലെങ്കിൽ പണത്തോടുള്ള അത്യാഗ്രഹം പാടില്ല, നാവിനെ സംബന്ധിച്ചുള്ള നാവ് കൊണ്ടുള്ള പാപം അതിൽ നിന്ന് ഒഴുകിയിരിക്കണം എന്നുള്ള 3 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രക്ഷിക്കപ്പെട്ടു വന്ന ദൈവമക്കൾ അവരുടെ രക്ഷ അവരുടെ ക്രിസ്ത്യ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തണം എന്നുള്ളതാണ് വിഷയം. അതൊരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് ഉള്ള വിഷയത്തിൽ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഈ ലേഖനത്തിന്റെ വിഭജനം എന്ന് പറയുന്നത് 5 അധ്യായങ്ങളുണ്ട്. അതിന്റെ വിഭജനം ഞാൻ എഴുതിയിട്ടുണ്ട്, എന്നാൽ അത് നോട്ടിനകത്ത് ഉള്ളത് കൊണ്ട് ഞാൻ അതിനായിട്ട് ഇനി സമയം എടുക്കുന്നില്ല. വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഈ മത്തായി എഴുതിയ സുവിശേഷവും അതുപോലെ ഈ യാക്കോബ് എഴുതിയ ലേഖനവും നമ്മൾ ചില വിഷയങ്ങൾ വളരെയധികം സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ എഴുതിയിരിക്കുന്ന കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണം ഉണ്ടല്ലോ, ആ ഗിരിപ്രഭാഷണം നമ്മൾ പഠിക്കുമ്പോൾ ഈ യാക്കോബ് എഴുതിയ ലേഖനത്തിലെ പല വിഷയങ്ങളുമായിട്ട് സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സാമ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏകദേശം ഒരു 16 കൂട്ടം കാര്യങ്ങളുണ്ട്. അത് ഞാൻ നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് വിശദമായിട്ട് പഠിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഒന്നാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വന്ദനം മതി. ഇതിനകത്ത് ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്, ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. അപ്പൊ അവിടെ ഒരു യാക്കോബ് തന്നെ പിന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ ദാസനായ യാക്കോബ്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് യാക്കോബ് എരുസലേമിലുള്ള സഭയുടെ മൂപ്പനായിരുന്നു, പിന്നെ കർത്താവിന്റെ സഹോദരനായിരുന്നു, അങ്ങനെ അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു. കർത്താവ് നേരിട്ട് പിന്നെ കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവിന്റെ പ്രത്യക്ഷത അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇത്ര ഉന്നതമായുള്ള പദവികളൊക്കെ യാക്കോബിന് എടുക്കാമായിരുന്നെങ്കിലും അതൊന്നും എടുക്കാതെ ആ യാക്കോബിന്റെ വിനയം, സൗമ്യത നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അത് അങ്ങനെയുള്ള പദവികൾക്കൊന്നും ഞാൻ അർഹനല്ല, ഞാൻ കേവലം യേശുക്രിസ്തുവിന്റെ ദാസനായിട്ട് തന്നെ ഞാൻ പിന്നെ എന്നെ കാണുന്നതാണ്, എനിക്ക് ഇഷ്ടം നിലയിലാണ് യാക്കോബ് അങ്ങനെ പറയുന്ന കാരണമുണ്ട്. കർത്താവിന്റെ മരണത്തിനും ഉയർപ്പിന് ശേഷമാണ് കർത്താവിന്റെ സഹോദരന്മാരെല്ലാവരും രക്ഷിക്കപ്പെട്ടത്, കർത്താവ് വിശ്വസിച്ചത്.
അതിനു മുമ്പ് കർത്താവിനെ കളിയാക്കിയ അനുഭവം വരെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ വലിയ പദവികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും താൻ അറിയപ്പെടാൻ ആഗ്രഹിച്ച എങ്ങനെയാണ് കർത്താവ് യേശുവിന്റെ ദാസൻ. അപ്പൊ തന്റെ വിനയവും സൗമ്യതയും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭൗമികമായിട്ടുള്ള ആ പദവികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പദവി ഉയർത്തി കാണിക്കാനായിട്ട് നോക്കും. പക്ഷേ യാക്കോബ് അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഇനി രണ്ടാമത്തെ വേറൊരു വിഷയം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ 1-ാം അധ്യായത്തിൽ വിവിധ പരീക്ഷകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിവിധ പരീക്ഷകൾ അവിടെ 2-ാം വാക്യത്തിൽ എഴുതുന്ന എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. അപ്പോൾ ഈ വിവിധ പരീക്ഷകൾ എന്നുള്ള വിഷയത്തിൽ 2 രീതിയിലുള്ള പരീക്ഷകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുറമേ നിന്നുള്ള പരീക്ഷകളും അകമേ നിന്നുള്ള ഈ പരീക്ഷകളും. ഈ പരീക്ഷ, വിവിധമായ പരീക്ഷകളെ കുറിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ടുള്ള പരീക്ഷ എന്ന് വെച്ചാല് നമ്മുടെ ഉള്ളത്തിൽ നിന്നുള്ള പരീക്ഷകളാണ്. ഇതിവിടെ വായിക്കുന്നത് 14ഉം 15ഉം വാക്യങ്ങൾ വായിക്കുന്നത് സ്വന്തം മുഖത്താൽ ആകർഷിച്ച് പരീക്ഷിക്കപ്പെടുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളത്തിൽ നിന്നും പരീക്ഷകൾ വരാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നമുക്ക് വിശദീകരിച്ച് പഠിക്കുകയാണെങ്കിൽ കർത്താവ് യേശുവിനെ പിശാച് പരീക്ഷയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ഇല്ലയോ? 4 പരീക്ഷകൾ കർത്താവിനെ പിശാച് പരീക്ഷയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പമാക്കുക. പിന്നെ പറയുന്നതാ നീ അപ്പൊ കർത്താവ് അതിനെ കൊണ്ട് വചനം കൊണ്ട് തന്നെ ജയിച്ചു. പിന്നെ പറഞ്ഞു നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും. അപ്പൊ കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. വിശന്നപ്പോൾ കല്ലപ്പമാക്കാൻ പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞു, മനുഷ്യപുത്രന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. അങ്ങനെ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം ഇതിനെ ആസ്പദമാക്കി കർത്താവിനെ 3 പ്രാവശ്യം പരീക്ഷിക്കുകയും ആ പരീക്ഷയിൽ കർത്താവ് ജയിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലും നമ്മൾ പഠിക്കുമ്പോൾ 2 ശമൂവേൽ 24-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പൊ ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു പരീക്ഷ ഉണ്ട്. എന്താണ്? ഇസ്രായേൽ മക്കളെ നീ എണ്ണാൻ പറഞ്ഞു. അപ്പൊ യഹോവ പറഞ്ഞ നീ ചെയ്യരുത്. കർത്താവ് പറഞ്ഞ അങ്ങനെയാണ്, ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിച്ചു, നക്ഷത്രങ്ങളെ പോലെ നിങ്ങൾ വർദ്ധിച്ചു വരുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇസ്രായേൽ മക്കളെ എണ്ണുന്നത് എണ്ണാൻ പാടില്ലായിരുന്നു. ദാവീദ് എണ്ണി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അന്ന് ദൈവത്തിന് വലിയ ശിക്ഷ ഉണ്ടായി. 70,000 പേര് മരിച്ചതായിട്ട് 2 ശമൂവേൽ 26-ാം അധ്യായത്തിന്റെ 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വിവിധമായ പരീക്ഷകൾ വരാൻ സാധ്യതയുണ്ട്. വേറൊരു വാക്യം വായിക്കാം. അത് തന്നെ. അപ്പോ ധനികരാകുവാനുള്ള ഒരു മോഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ദ്രവ്യാഗ്രഹ ദോഷത്തിനും കാരണമല്ലോ. പിന്നെ മാത്രമല്ല, ദാവീദിനെ കുറിച്ച് നമുക്ക് വേറെ ഒരു കാര്യം കാണാനായിട്ട് കഴിയുന്നുണ്ട്. 2 ശമൂവേൽ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് യുദ്ധത്തിന് പോകേണ്ടതിന് പകരം തന്റെ മാളിക മുറിയിൽ തന്നെ ഇരുന്നപ്പോൾ ബത്ശേബയെ കണ്ടു മോഹിച്ചു. അവളെ സ്വന്തം ഭാര്യയായിട്ട് എടുത്തു. അവളോട് വ്യഭിചാരം ചെയ്തു. അവളുടെ ഭർത്താവായിരുന്ന ഊരിയാവിനെ കൊന്നു. ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 4 പാപം ദാവീദ് ചെയ്തായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് എവിടുന്നാണ് ഉത്ഭവിച്ചത്? തന്റെ ഹൃദയത്തിൽ ആ സ്ത്രീയെ മോഹിച്ചതിൽ കൂടി പാപം ചെയ്തു. അവളെ ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായിട്ട് എടുത്തു. ബത്ശേബയെ അവളോട് വ്യഭിചാരം ചെയ്തു. അതിനുശേഷം പിന്നെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഊരിയാവിനെ കൊല്ലിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ദൈവനാമം ദൂഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ബത്ശേബയിൽ ഉണ്ടായ കുഞ്ഞ് മരിച്ചുപോയി നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പൊ ഒരു പാപം, ഈ മോഹം വ്യഭിചാരത്തിലേക്കും
വ്യഭിചാരം കൊലപാതകത്തിലേക്കും കൊലപാതകം ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ഉള്ളത്തിൽ വരുന്ന മോഹം, ആ നിലയിലുള്ള പരീക്ഷ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പരീക്ഷ നമ്മൾ ജയിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് ആ പരീക്ഷ ജയിച്ചതുപോലെ നമുക്കും വചനം കൊണ്ട് അങ്ങനെയുള്ള പരീക്ഷയെ ജയിക്കണം. ഞാനൊരിക്കൽ ആശുപത്രി സൂക്ഷിച്ച ബന്ധത്തിൽ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ MBBS പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ എന്നോട് സംശയം ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ ഒരു യവനക്കാരാണ്, ചെറുപ്പക്കാരനാണ്, അപ്പോ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പലവിധമായ ദുഷിച്ച ചിന്തകളൊക്കെ വരാറുണ്ട്, അത് പാപമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മറുപടി ഇങ്ങനെ പറഞ്ഞത്, പാപം, ആ മോഹം വരുന്നത് പാപമല്ല, പക്ഷെ ആ മോഹത്തിൽ നമ്മൾ അടിമയായി തീരുമ്പോഴാണ് അത് പാപമായിട്ട് തീരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ മോഹങ്ങളെ നമ്മൾ ജയിക്കണം. അതെങ്ങനെയാണ് ജയിക്കുന്നത്? വചനത്താലും പ്രാർത്ഥനയാലും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന മോഹങ്ങളെ, ആ പരീക്ഷകളെ നമ്മൾ ജയിക്കണം. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്ന ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്ന 14-ാം വാക്യം, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മുഖത്തിൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം എഴുതിട്ട് മരണത്തെ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള മോഹങ്ങൾ നമുക്ക് വരുമ്പോൾ അതൊരു പരീക്ഷയാണ്. രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് പുറമെ നിന്നുള്ള പരീക്ഷകളാണ്. ഇപ്പോൾ ഈ ലേഖനം എഴുതാനുള്ള കാരണം നമ്മൾ ആദ്യമേ ചിന്തിച്ചു. വിശ്വാസികൾ പലവിധമായ പീഡനങ്ങൾ കൂടി കടന്നുപോയപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. അപ്പോൾ ഈ ചിതറപ്പെട്ടുപോയ ആ വിശ്വാസികൾക്ക് അവർക്ക് വളരെ ധനികരിൽ നിന്നും പീഡനങ്ങൾ ഉണ്ടായി. മാത്രമല്ല റോമ ഗവൺമെന്റിൽ നിന്നുള്ള അധികാരികളിൽ നിന്നും അവർക്ക് പീഡനം ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചരിത്ര സംഭവങ്ങളാണ് അതൊക്കെ. കാരണം ഈ നീറോ ചക്രവർത്തിയുടെ കാലത്ത് വിശ്വാസികളെ പല രീതിയിലും പീഡിപ്പിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എരുതിയിൽ അവരെ ഇട്ടു, കാട്ടുമൃഗങ്ങളുടെ അടുക്കിലേക്ക് അവരെ എറിഞ്ഞു കളഞ്ഞു, അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് വിധമായ നിലയുള്ള പീഡകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള പീഡകളെ അതിജീവിക്കുവാനായിട്ട്, അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഈ ലേഖനത്തിൽ നമുക്ക് പല പ്രബോധനങ്ങളും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പരീക്ഷ സഹിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 12-ാം വാക്യം വായിച്ചേ. അപ്പോ പരീക്ഷ സഹിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അവരെ പ്രബോധിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങള് വിവിധമായ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മൾ അതിനെ സഹിച്ച് അതിനെ അതിജീവിക്കണം. അവിടെ നമുക്ക് അങ്ങനെ ചെയ്താൽ ജീവന്റെ കിരീടം നമുക്ക് ദൈവം തരും. ആ നിലയിലുള്ള ഒരു പരീക്ഷ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അകമെന്നുള്ള പരീക്ഷയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പുറമേയുള്ള പരീക്ഷയിൽ നിന്നും പരീക്ഷയെ കുറിച്ചും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. മൂന്നാമതുള്ള ഒരു പരീക്ഷ എന്റെ ചിന്തയിലേക്ക് വന്നത് വിശ്വാസത്തിന്റെ പരീക്ഷയാണ്. വിശ്വാസത്തിന്റെ പരീക്ഷ, അത് ഉദാഹരണമായിട്ട് നമുക്ക് അബ്രഹാമിനെ കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ വിശ്വാസ ദൈവം പരീക്ഷിച്ചില്ലയോ? എങ്ങനെ പരീക്ഷ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാനമാനെ മോറിയാമലയെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ താൻ സ്നേഹിക്കുന്ന തന്റെ ഏകജാനമാനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അതുപോലെ അനുസരിച്ചു. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് അവന് ദൈവം വെളിപ്പെട്ടപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സ്വന്തം ദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അബ്രഹാം പോയതായിട്ട് നമുക്ക് കാണാം. അവന്റെ വിശ്വാസത്തോടുകൂടി അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെയും തന്റെ ഏകജാന മകനെ അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അങ്ങനെ ചെയ്തു. അപ്പൊ തന്റെ മകനേക്കാൾ അധികമായിട്ട് അബ്രഹാം ആരെ സ്നേഹിച്ചു? ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാന പുത്രനെ ഇസ്ഹാക്കിനെ തന്നെ പേരെടുത്ത് പറഞ്ഞിട്ടാ പറഞ്ഞ യാഗം കഴിക്കാൻ പറഞ്ഞു.
അപ്പോൾ അത് യാഗം കഴിച്ചില്ലെങ്കിലും യാഗം കഴിച്ചായിട്ട് തന്നെ ദൈവം അത് അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാവുന്നതാണ്. കത്തിയെടുത്ത് അബ്രഹാമിനെ വെട്ടാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അബ്രഹാമിനെ മകന്റെ മേൽ കൈവയ്ക്കുന്നത് നീ വാസുമായിട്ട് നീ എന്നെ ഭയപ്പെടുന്നത് ഞാൻ അറിയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ പരീക്ഷകൾ കൂടിയാണ് അബ്രഹാം കടന്നുപോയത്. നമുക്കും അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ പരീക്ഷകൾ കൂടി നമ്മുടെ ദൈവം പരീക്ഷിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമുക്ക് വിശ്വാസത്തിന്റെ പരീക്ഷ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നമുക്ക് അവിടെ അബ്രഹാമിനെ പോലെ നമുക്ക് ജയിക്കേണ്ടത് ആവശ്യമാണ്. നാലാമത് ഒരു കാര്യം എനിക്ക് കാണുവാൻ കഴിയുന്നത്, നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. പൗലോസിന് ഒരു പരീക്ഷ ഉണ്ടായി. എന്താണ്? പൗലോസിനെ കുത്താൻ ജഡത്തില് ശൂലം ഉണ്ടായിരുന്നു, ഇല്ലയോ? അത് മാറ്റി തരാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവം അത് മാറ്റിക്കൊടുത്തില്ല. പക്ഷെ എന്തു ചെയ്തു? എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുന്നു. അതിന് കാരണം നമുക്കറിയാം. പിന്നെ പൗലോസ് തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീയമായി നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം എനിക്ക് ജഡത്തിലൊരു ശൂലം നൽകിയിരിക്കുന്നു. അപ്പൊ ഈ നിലയിലുള്ള വിവിധമായ പരീക്ഷകൾ നമുക്ക് ദൈവമക്കളുടെ നിലയിൽ ഉണ്ടാകുമ്പോൾ ആ നിലയിലുള്ള പരീക്ഷയെ നമ്മൾ വിശ്വാസത്താൽ ജയിക്കണമെന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല നമ്മുടെ യഥാർത്ഥമായി വിശ്വാസികളാണെന്ന് നമ്മൾ പിന്നെ വ്യക്തമാക്കേണ്ടത്, വെളിവാക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെയാണ്, ഇല്ലയോ? അപ്പം അങ്ങനെയുള്ള പ്രവൃത്തിയിൽ കൂടി നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തിയിൽ കൂടി നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ യാക്കോബ് പറയുകയാണ് നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം പല സന്ദർഭങ്ങളും ദൈവം നമുക്ക് തരുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കി ആ വിശ്വാസത്തിൽ അടിയുറച്ച് നമ്മൾ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തണം. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് ദൈവം വിവിധമായ നിലയിലുള്ള പിന്നെ കിരീടങ്ങൾ തരും. 5 തരം കിരീടങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പരീക്ഷ സഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന കിരീടമാണ് ജീവന്റെ കിരീടം, പ്രശംസാ കിരീടം. ആത്മാക്കളെ നേടുന്നവർക്ക് പ്രശംസാ കിരീടം ലഭിക്കുന്നു. പോർക്കളത്തിൽ പോരാടി ജയിക്കുന്നവർക്ക് വാടാത്ത കിരീടം ലഭിക്കുന്നു. പിന്നെ നീതിയുടെ കിരീടം, നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ആ നിലയിൽ അവർക്ക് കിട്ടുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. പിന്നെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു കിരീടത്തെ കുറിച്ചും പറയുന്നത് എന്താണ്? തേജസ്സിന്റെ കിരീടം. അപ്പോ നമുക്ക് എന്തെല്ലാം വിവിധമായ നിലയിൽ പരീക്ഷ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഒന്നാമത്തെ പരീക്ഷ ഏതാണ് നമ്മൾ കണ്ടത്? അകമയുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് മോഹങ്ങൾ ഉണ്ടായ ആ നിലയിലുള്ള പരീക്ഷ ഉണ്ടാകാം. അതിന് നമ്മൾ എങ്ങനെ ജയിക്കേണ്ടത്? വചനത്താലാണ് നമ്മൾ ജയിക്കേണ്ടത്. രണ്ടാമത്തുള്ള പരീക്ഷ പുറമേയുള്ള പീഡനങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ജയിക്കേണ്ടത്? അതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ നമ്മൾ ജയിക്കുന്നത് എങ്ങനെയാണ്? അത് സഹിക്കുന്നതിൽ കൂടിയാണ്. കാരണം റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കക്ഷത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പൊ ഞാൻ ഒരു സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ചിത്രശലഭത്തെ കുറിച്ചൊരു സംഭവം കേട്ടിട്ടുണ്ട്. അത് ചിത്രശലഭം ആദ്യം മുട്ടയിടുന്നു, പിന്നെ അത് പുഴുവാകുന്നു, പിന്നെ അത് പൂപ്പയാകുന്നു, പൂപ്പയിൽ നിന്ന് ചിത്രശലഭം പുറത്തോട്ട് വരുന്നു. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരിക്കൽ ഈ ചിത്രശലഭം പൂപ്പയിൽ നിന്ന് പുറത്തോട്ട് ആ ചെറിയ സൂക്ഷ്മത്തിൽ കൂടി പുറത്തോട്ട് വരാനായിട്ട് അത് പ്രയാസപ്പെടുന്ന ആ സംഭവം ഒരു നിരീക്ഷകൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇത് കിടന്ന് കഷ്ടപ്പെടുക, ഈ ചെറിയ സൂക്ഷ്മത്തിൽ നിന്നും ഈ വലിയ ചിത്രശലഭം പുറത്തോട്ട് വരാനായിട്ട് അത് കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് പിന്നെ ആ നിരീക്ഷകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ബ്ലേഡ് വെച്ചിട്ട് ആ സൂക്ഷ്മം വെച്ച് വലുതാക്കി കൊടുത്തപ്പോ അത് പെട്ടെന്ന് ആ ചിത്രശലഭം ആ സൂക്ഷ്മത്തിൽ കൂടി പുറത്തേക്ക് വന്നു. അപ്പൊ ഇത് അല്പസമയം കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചറിയാമോ? ഈ ചിത്രശലഭം ചത്തുപോയതായിട്ട് അത് കാണാൻ കഴിഞ്ഞു. കാരണം ഈ ചെറിയ ഒരു ഹോളിൽ കൂടി ചിത്രശലഭം പുറത്തോട്ട് വരുമ്പോൾ
ഒന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അതിന്റെ ശരീരത്തിലെ അധികമായിട്ടുള്ള ജലാംശം എല്ലാം, അഴുക്കെല്ലാം ആ പ്രക്രിയ കൂടിയാണ് പുറത്തോട്ട് പോകുന്നത്. മാത്രമല്ല, ഇത് പടച്ചടിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. പടച്ചടിക്കുന്ന ആ സംഭവം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അതിന്റെ ശരീരത്തിൽ ആകമാനം ബ്ലഡ് ഉണ്ടായി അത് പറന്നുയരാൻ അനുകൂലമായിട്ടുള്ള ഒരു ശരീരഘടന അതിനുണ്ടാകുന്നത് ഈ ചെറിയ സുഷത്തിൽ കൂടി അത് പുറത്തോട്ട് വരുന്ന പ്രക്രിയ കൂടിയാണ്. അതുപോലെ നമ്മളെ ദൈവം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞു, വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞെന്താ? പിന്നെ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും, ഇല്ല? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കഷ്ടങ്ങൾ കൂടി നമ്മൾ കടന്നു പോയിട്ട് എന്തുണ്ടാകുന്നു? നമുക്ക് സഹിഷ്ണുത ഉണ്ടാകുന്നു. സഹിഷ്ണുത ഉണ്ടാകുമ്പോൾ അത് നമ്മളെ അടുത്തതിലേക്ക്, ശുദ്ധതയിലേക്ക് നയിക്കുന്നു. ശുദ്ധത എന്ന് പറഞ്ഞാൽ ഒരു സൽഗുണ പൂർണ്ണമായ മനുഷ്യനാകുക എന്നുള്ളതാണ് ശുദ്ധത എന്ന് പറഞ്ഞാൽ. കർത്താവിന്റെ സ്വഭാവത്തെ പോലെയുള്ള സ്വഭാവം ഉള്ളവരായി തീരുക എന്നുള്ള. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ജീവനുണ്ട്, നമുക്ക് ശരീരമുണ്ട്, നമുക്ക് ആത്മാവുണ്ട്. അപ്പോ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ രക്ഷിക്കപ്പെടുന്നു. പക്ഷെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു, ഇല്ലയോ? ആത്മാവ് രക്ഷിക്കപ്പെട്ടു, പക്ഷെ ജീവൻ മരണം വരെ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. കർത്താവിന്റെ വരവില് എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരവും രക്ഷിക്കപ്പെടും. അങ്ങനെ ഈ മൂന്ന് തലത്തിലുള്ള രക്ഷയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഈ കക്ഷത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ കക്ഷത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ സ്വഭാവത്തെ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മളെ ദൈവം ഈ കക്ഷത്തിൽ കൂടി കടന്നു പോയെങ്കിലേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഈ കക്ഷത വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുമ്പോൾ പറയുന്ന ആ കക്ഷത നൊടി നേരത്തേക്കുള്ളതാണ്. അപ്പോ തേജസ്സിന്റെ നിത്യഘനം നമുക്ക് ലഭിക്കുവാൻ എതിയാവുന്നത്. അപ്പൊ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. നൊടി നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആയുസ് ഏറെ 70, 80, 100 ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ആയുസ്, മരണത്തിന് മുമ്പുള്ള ആയുസ്, വിവിധമായ കഷ്ടത്തിൽ കൂടി നമ്മൾ കടന്നുപോയി അതിനെ നമ്മൾ ജയിക്കുമ്പോൾ, ആ പരിശോധനകളെ നമ്മൾ ജയിക്കുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാകുന്നു? നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു. അത് ആ കക്ഷത്തിൽ കൂടി കടന്നു പോകുന്ന നിമിത്തം നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ദൈവത്തിന്റെ തേജസ്സാണ്. ആ തേജസ് എന്നേക്കുള്ളതാണ്. നിത്യമായിട്ട് ദൈവത്തോടൊപ്പം ജീവിക്കുമ്പോഴാണ് ആ തേജസ് നമുക്ക് ആ തേജസ് കിട്ടുന്ന എന്നേക്കുമുള്ള തേജസ്സാണ്. അല്പസമയത്തേക്ക് നമ്മൾ കഷ്ടം സഹിച്ചാലും മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന തേജസ്സിന്റെ നിത്യകനം ഓർക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. പൗലോസ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം തേജസ്സിന്റെ നിത്യകരണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഏകുവന്നു. അപ്പൊ നമ്മുടെ കഷ്ടങ്ങളുടെ ആധിക്യം അനുസരിച്ച് എന്തോ ഉണ്ടാകുന്നു? കഷ്ടങ്ങളുടെ ആധിക്യം അനുസരിച്ച് തേജസ്സിന് വ്യത്യാസം ഉണ്ടാകുന്നു, ഇല്ലയോ? അപ്പം കൂടുതൽ കഷ്ടം അനുഭവിച്ചവർക്ക് കൂടുതൽ തേജസ് ലഭിച്ചു, കുറച്ച് കഷ്ടം അനുഭവിക്കുന്നവർക്ക് കുറച്ച് തേജസ് ലഭിക്കും. നമുക്ക് മനസ്സിലാക്കാം. നക്ഷത്രവും തേജസ് വ്യത്യാസമുണ്ട്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, ഇല്ലയോ? അങ്ങനെ നമുക്ക് തിരുവനന്തപുരം വായിക്കാൻ കഴിയുന്നുണ്ട്. വ്യത്യസ്തമായ തേജസ് ഉള്ളവരായിട്ടാണ് നമുക്ക് ഓരോരുത്തരും വ്യത്യസ്തമായ കഷ്ടപ്പാടുകളാണ്, പ്രതികൂലങ്ങളാണ്. ആ നിലയിൽ നമ്മൾ ആ കഷ്ടത അനുഭവിക്കുമ്പോൾ അതനുസരിച്ചുള്ള തേജസ് നമുക്ക് ദൈവം തരുവാൻ മറക്കുന്നതല്ല. നീതി ഉള്ളവനാണ് അവൻ. ആ നിലയിൽ നമുക്ക് ആശ്വസിക്കുവാനായിട്ട് കഴിയും. ഇനി ഈ നമുക്ക് അതിന് വേറെ ഉദാഹരണം നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാം. പിന്നെ നമ്മുടെ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തുവാനായിട്ട് വ്യത്യസ്തമായ നിലയിൽ നമുക്ക് പഴയ നിയമം വായിക്കുമ്പോഴേ മോശയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മോശ ആരായിരുന്നു? ഒരു മുൻകോപിയായിരുന്നു, ഇല്ലയോ? ഒറ്റയടിക്ക് ഒരു മിസ്സൈമിനെ അടിച്ചു കൊന്ന് പിന്നെ കുഴിച്ചിട്ടു. അപ്പൊ ആ മുൻകോപിയായ മോശയെ ദൈവം എവിടേക്ക് വിട്ടു?
ഇത്രയുടെ ആടുകളെ മേയ്ക്കാൻ മരുഭൂമിയിലേക്ക് വിട്ടു. എത്ര വർഷമാ? 40 വർഷം. 40 വർഷം മോശ ആടുകളെ മേയിച്ചത് കൂടിയാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കാനായിട്ട് മോശയെ അയക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകുവാൻ എത്ര നാൾ എടുക്കുമെന്ന് പറയാനായിട്ട് നമുക്ക് സാധ്യമല്ല. ആ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നവരെയും ദൈവം ആ നിലയിൽ നമ്മളെ കടത്തിവിട്ടും. നമ്മള് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ബെഥസ്ദ കുളക്കരയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നതായിട്ട് നമുക്കറിയാം. അവിടെ അവൻ എത്ര വർഷം കിടന്നെന്നാ പറയുന്നേ? 38 വർഷം അവിടെ രോഗിയെ കിടന്നു, ഇല്ലയോ? ആരും അവനെ സഹായിച്ചില്ല. എന്നാൽ കർത്താവിന്റെ അടുക്കൽ വന്ന് അവനോട് പറയും, നിനക്ക് സുഖമാകാൻ മനസ്സുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്തോ പറഞ്ഞേ? എന്നെ സഹായിപ്പാൻ ആരുമില്ല. അപ്പൊ എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഞാൻ നിസ്സഹായനാണ് എന്നുള്ള ഒരു ബോധം അവനുണ്ടാകാനായിട്ട് എത്ര വർഷം എടുത്തു? 38 വർഷം എടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അബ്രാമിനെ കുറിച്ച് ചിന്തിക്കാം. അബ്രാമിനൊരു മോനെ വാഗ്ദത്തം ചെയ്ത് എപ്പോഴാണ്? 75-ാമത്തെ വയസ്സിലാണ്. പക്ഷെ മോനെ കൊടുത്തത് എപ്പോഴാണ്? 100-ാമത്തെ വയസ്സിൽ. നമുക്കറിയാം 25 വർഷം അബ്രഹാം തന്റെ മോന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. ആ 25 വർഷം എന്തുകൊണ്ടാ കാത്തിരിക്കേണ്ടതായിട്ട് വന്നേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ വാർദ്ധക്യത്തിന് ഒരു മോനെ കൊടുക്കുമ്പോൾ ആ മോനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിപ്പാൻ ഒരു ഹൃദയം അബ്രഹാമിനുണ്ടാകാനായിട്ട് എത്ര വർഷം എടുത്തു? 25 വർഷം എടുത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ പിന്നെ കക്ഷതയുടെ ആധിക്യം ചെറുതും വലുതും, അതിന്റെ ദൈർഘ്യം ചെറുതും വലുതുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലും കക്ഷത ദൈവം അനുവദിക്കുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. നമ്മുടെ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തി ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാനായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കക്ഷങ്ങളിൽ പ്രശംസിക്കുവാനായിട്ട് കഴിയും. പൗലോസ് റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ അങ്ങനെ എഴുതും, 3-ാം വാക്യം, കക്ഷത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് കക്ഷങ്ങളിൽ നിങ്ങൾ പ്രശംസിക്കുന്നു. പ്രശംസിക്കുന്ന വെച്ചാൽ സന്തോഷിക്കുന്നു. റിജോയിസിങ് ഇൻ ദ ലോർഡ്. അപ്പൊ കക്ഷങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ ഇടയാകണമെങ്കിൽ അതിന് പിന്നിലുള്ള ആ അനുഗ്രഹത്തിന്റെ വലുപ്പം, ദൈവം നമുക്ക് തരാൻ പോകുന്ന അനുഗ്രഹത്തിന്റെ വലുപ്പം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ ആ കാര്യം പറയാറുണ്ട്. എന്താണെന്ന് അറിയാമോ? വളരെ വിഷമിച്ച് കിടക്കുന്ന രോഗികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ വേദന എത്ര വലുതാണോ ആ വേദനയ്ക്ക് പിന്നിലുള്ള ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹം ആ വേദനയേക്കാൾ വലുതായതുകൊണ്ടാണ് ദൈവം നമ്മെ ആ വേദനയിൽ കൂടി നമ്മളെ കടത്തിവിടുന്നത്. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമുക്കൊരിക്കലും ദോഷം ചെയ്യുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കാ കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോ ആ വിവിധമായ നിലയിലാണ് നമുക്ക് കഷ്ടത ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ പാപനിമിത്തം നമുക്ക് കഷ്ടത ഉണ്ടാകാം, ഇല്ലയോ? പാപനിമിത്തം നമുക്ക് കഷ്ടത ഉണ്ടാകാം. കാരണം യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് ഒരു വ്യക്തിയെ കാണാൻ കഴിയുന്നുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് ബെഥസ്ദ കുളക്കരയിൽ കിടന്നൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് കാണാം. ആ മനുഷ്യനെ സുഖമാക്കി ദൈവം. എന്നിട്ട് അവനോട് പറയുന്നൊരു വാക്യമുണ്ട്, എന്താണ്? നോക്കൂ, നിനക്ക് സുഖമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അപ്പൊ അവന്റെ പാപനിമിത്തമാണ് അവന്റെ കക്ഷത ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വേറൊരു 9-ാം അധ്യായത്തിലെ പിറവിയിലെ കുരുടനായ മനുഷ്യൻ, അവനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ കുരുടനായി പിറക്കത്തുകൊണ്ട് ആര് പാപം ചെയ്തു? ഇവനോ ഇവന്റെ അമ്മപ്പെണ്ണന്മാർ പാപം ചെയ്തു? അപ്പൊ കർത്താവ് എന്താ മറുപടി പറഞ്ഞേ? ഇവനോ ഇവന്റെ അമ്മപ്പെണ്ണന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവനാമം ഇവനിൽ കൂടി മഹത്വപ്പെടണം, ഇല്ലയോ? അങ്ങനെയാണ് പറയുക. അപ്പൊ നമ്മുടെ ജീവിതത്തില് കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അത് പാപം ചെയ്തിട്ടുകൊണ്ട് ആകളൊന്നില്ല. ദൈവനാമം മഹത്വപ്പെടാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം കക്ഷത ഉണ്ടാകാം. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്ക് പത്രോസിന്റെ 1-ാം ലേഖനം ഒന്ന് എടുക്കാം. 1-ാമത്തെ 6-7 വാക്യങ്ങൾ വായിക്കാം.
1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 12 മുതൽ വാക്യങ്ങൾ വായിക്കാം. അപ്പോ അപ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്? പിന്നെ പാപനിമിത്തം നമുക്ക് കക്ഷത വരാം, ദൈവനാമം നമ്മൾ കൂടി മഹത്വപ്പെടുവാനും നമുക്ക് കക്ഷത വരാം. മൂന്നാമത്തെ കാര്യം നമുക്ക് എന്താ കാണാൻ കഴിഞ്ഞ്? നമ്മുടെ വിശ്വാസത്തിന്റെ പരീക്ഷ. അബ്രഹാമിന് ദൈവം പരീക്ഷിച്ചു. ആ വിശ്വാസത്തിന്റെ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചായിട്ട് കാണുവാൻ കഴിയുന്നു. നാലാമത്തെ ഒരു പരീക്ഷ ഉണ്ട്, ജഡത്തിലെ ശൂലം ആത്മീയമായി നിഗളിച്ചു പോകാതിരിക്കാൻ നമുക്ക് ദൈവം പൗലോസിന് ജഡത്തിലെ ശൂലം കൊടുത്തു. അപ്പോ 4 നിലയിൽ നമുക്ക് ഈ കക്ഷതകളെ നമുക്കൊന്ന് തരംതിരിച്ച് കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കക്ഷതകളുണ്ട്. പക്ഷെ നമ്മുടെ കക്ഷത ഏത് നിമിത്തമാണ് നമ്മൾ കക്ഷതയിൽ കൂടി കടന്നു പോകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്റെ പാപനിമിത്തമുള്ള കക്ഷതയാണോ, എന്റെ ദൈവനാമം മഹത്വപ്പെടാനുള്ള കക്ഷതയാണോ, പിന്നെ എന്റെ വിശ്വാസത്തിന്റെ ദൈവം എന്നെ പരീക്ഷിക്കാനായിട്ടുള്ള കക്ഷതയാണോ, ഞാൻ ആത്മീയമായി നിഗളിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ജഡത്തിലെ ശൂലമാണോ എന്ന് ആ നിലയിൽ നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ മനസ്സിലാക്കാൻ കഴിയും? യഥാർത്ഥമായി നമ്മുടെ വിശ്വാസത്തിന്റെ ശരിയായിട്ടുള്ള പോക്ക് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഒരു തരത്തിലുള്ള പരീക്ഷ അല്ല, വിവിധ കാരണങ്ങൾ കൊണ്ടാണ് വിശ്വാസികൾ പരീക്ഷയിൽ കൂടി കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ യോഹന്നാനെയും അപ്പോസ്തലനായ പൗലോസിനെയും പിന്നെ ശീലാസിനെയും മുറിവേൽപ്പിച്ചു, അടിച്ച് മുറിവേൽപ്പിച്ചു, കാരാഗ്രഹത്തിലിട്ടു. അവരെന്ത് ചെയ്തു? അവര് പിന്നെ ദൈവനാമത്തിന് വേണ്ടി അടി കൊണ്ടുകൊണ്ട് സന്തോഷത്തോടെ കടന്നുപോയിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം കൂടാതെ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് ആര്? യോസഫ്. യോസഫിനെ ഒരു കുറ്റം ചെയ്യാതെ കാരാഗ്രഹത്തിലിട്ടു. അതിനു വേണ്ടിയാണായിരുന്നു ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിട്ട് അവനെ ഉയർത്താൻ വേണ്ടിയായിരുന്നു. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും യോസഫിനെ കാരാഗ്രഹവാസം ദൈവം അനുവദിച്ചു കൊടുത്തത്. അപ്പം ദൈവത്തിന് ഒരു ഉദ്ദേശം, നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. വ്യത്യസ്തമായ നിലയിലാണ് ആ ഉദ്ദേശം. അത് നമുക്ക് അന്യോന്യം വിധിക്കാനായിട്ട് പാടില്ല. ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിൽ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ പരിശോധനയും അല്ലെങ്കിൽ കഷ്ടങ്ങളുടെ കാരണങ്ങളും വ്യത്യാസമാണെന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അത് എന്റെ കൃഷി നല്ലതല്ല. എന്റെ ഒരു പാപനിമിത്തം ആണ് ഞാനൊരു കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത് എനിക്ക് ബോധ്യമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ ആ പാപത്തെ കുറിച്ച് അനുദപിക്കുന്നു, ദുഃഖിച്ചു. ദാവീദ് പരിശോധന കൂടി കടന്നുപോയി. പിന്നെ അവന് വളരെ വേദന കൂടി പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കിലേക്ക് ദൈവം അയച്ചു. അപ്പോ ആ ദാവീദിന്റെ പാപത്തെ കുറിച്ച് ദാവീദിന് ബോധം വരുത്തി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ദാവീദ് എഴുതിയ 51-ാം സങ്കീർത്തനം, ഞാൻ യഹോവയോട് പാപം ചെയ്തു എന്ന് അവൻ ഏറ്റു പറഞ്ഞു. മാത്രമല്ല അവൻ തന്റെ പാപത്തിന്റെ കുറ്റം ദൈവത്തോട് ഏറ്റു പറഞ്ഞു. അപ്പൊ ദൈവം അവന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു കൊടുത്തു. ലേഖനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 32-ന്റെ 1 നമ്മൾ അങ്ങനെ വായിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നതിന്റെ ശരിയായിട്ടുള്ള ഒരു കാരണം നമ്മൾ ദൈവവചന പഠനത്തിൽ കൂടി കണ്ടെത്തുകയാണെങ്കിൽ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടും. അപ്പൊ ദൈവം ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, എന്റെ സഹോദരന്മാരെ വിവിധമായ പരീക്ഷയിൽ കൂടി നിങ്ങള്. അപ്പൊ വിവിധ പരീക്ഷയുണ്ട് നമുക്ക്. 3-4 പരീക്ഷ നമ്മളിപ്പോ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ ആ പരീക്ഷയിൽ കൂടി ആ പരീക്ഷകളെ നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നതാണ്, വാസ്തവമായിട്ട് ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ വാസ്തവമായിട്ട് ദൈവത്തിന്റെ പൈതലാണ്. എന്നെ കുറിച്ച് ഞാൻ ഒരു വാക്ക് സാക്ഷ്യം. ഞാൻ സൗദി അറേബ്യ വെച്ചാണ് രക്ഷിക്കപ്പെട്ടെ. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്റെ ജോലി വളരെ പ്രതികൂലങ്ങളുണ്ടായി. എന്റെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു. എനിക്ക് എന്തെങ്കിലും കള്ളക്കണക്ക് എഴുതി, അങ്ങനെ ജോലിയില്ല. വീട്ടിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു, വീട്ടിൽ നിന്ന് പുറത്താക്കി, ഓഫീസിൽ നിന്ന് പുറത്താക്കി. അപ്പൊ രക്ഷിക്കപ്പെട്ടതുകൊണ്ടാ എനിക്ക് അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രതികൂലങ്ങളൊന്നും വരികയില്ലായിരുന്നു. അപ്പൊ ഈ പ്രതികൂലങ്ങൾ വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ വാസ്തവമായിട്ട്
രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഉറപ്പ് ലഭിച്ചു. മനസ്സിലായോ? അതുപോലെ വിവിധമായ പരീക്ഷയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ വാസ്തവമായിട്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് അതിൽ കൂടി നമുക്ക് ഉറപ്പ് ലഭിക്കുന്നു. അത് നിങ്ങളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയായിട്ടാണ്. സ്ഥിരത മൂന്നാം വാക്യം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതേ അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവല്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ സ്ഥിരത ഉളവാക്കാൻ, നമ്മളെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാക്കുവാനായിട്ട് വിവിധമായ പരീക്ഷയിൽ കൂടി ദൈവം നമ്മളെ കടന്നുവിടുന്നു എന്ന് ഈ യാക്കോബിന്റെ ലേഖനം നമ്മളോട് പറയുമ്പോൾ ആ നിലയിൽ നമുക്ക് വളരെ ആശ്വാസം ഉണ്ടാകുന്നു. നമ്മൾ ദൈവമക്കളാണെന്ന് നമുക്ക് ഉറപ്പാകുന്നു. നമ്മൾ വിശ്വാസം ഉറപ്പുള്ളവരായി തീരുന്നു. നമ്മൾ ദൈവത്തിൽ സ്ഥിരപ്പെടുവാണ്ടൊക്കെ ഇടയായി തീർന്നു. കഷ്ടപ്പാട് കൂടുന്നവരും നമ്മുടെ ദൈവത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് പറയുന്നത് ഇപ്പോഴുള്ളവനോ വരുവാനുള്ളവനോ യാതൊരു സൃഷ്ടിക്കാനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അകറ്റുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുടെ ആധിക്യം കൂടുന്നവരും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാണ്ടൊക്കെ ഇടയാകുന്നു എന്ന് അറിയുമ്പോൾ നമ്മുടെ കഷ്ടതയ്ക്കായിട്ട് നമ്മൾ എന്തു ചെയ്യും? കർത്താവേ സ്തോത്രം, കഷ്ടതയിൽ നിന്ന് വിടുവിക്കണമേ എന്നല്ല, കർത്താവ് ഈ കഷ്ടത ഇതിൽ കൂടി കടന്നു പോകാനൊക്കെ നീ എന്നെ സഹായിക്കണേ, ഇല്ലയോ? അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. അപ്പൊ നമ്മുടെ ജീവിതം എത്ര ധന്യമായി തീരും. കർത്താവിന്റെ കുരിശു മരണത്തിന്റെ വേളയിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് കഴിയുമെങ്കിൽ പാനപാത്രം നീക്കണമെന്ന് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഇല്ലയോ? അപ്പൊ ദൈവം അതിന് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഞാൻ ആ വാക്കുകാരില്ല, കർത്താവിനെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു ദൂതനെ ദൈവം അയച്ചായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ആ കക്ഷതയെ സഹിക്കുവാനായിട്ടുള്ള കെപ്പ് ദൈവം തരുന്നു. പിന്നെ അപ്പോസ്തലനായ പൗലോസിനും ആ നിലയിലാണ്. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഈ ജഡത്തിലെ ശൂലം എന്നിൽ നിന്ന് നീക്കി തരണമെന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം ആ പ്രാർത്ഥന മറുപടി നൽകിയില്ല. പക്ഷെ മറുപടി നൽകിയതിന് എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തിരിഞ്ഞു വരുന്നു. അപ്പൊ താൻ ആത്മീയമായി നിഗളിച്ചു പോകാതിരിക്കാൻ ആ ജഡത്തിലെ ശൂലം തനിക്ക് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ നിലയിൽ നമുക്ക് വിവിധമായ പരീക്ഷയിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് നമുക്ക് 19 വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 19, 20, 21. അതെ, വിശ്വാസത്തിന്റെ പ്രവൃത്തി നമുക്ക് വെളിപ്പെടുത്തേണ്ട ഒരു കാര്യം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ്? യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പിന്നെ പറവൻ താമസവും കോപത്തിന് താമസം. കേൾക്കാൻ വേഗത, 2 ചെവിയുണ്ട്. പറയുവാൻ താമസം, 1 വായേ ഉള്ളൂ, ഇല്ലയോ? കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം, പറയുവാനും താമസമുള്ളവരായിരിക്കണം, കോപിക്കാനും നമ്മൾ താമസമുള്ളവരായിരിക്കണം. അത് ആർക്കാ പറ്റുന്നത്? വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് അവരുടെ ആ സ്വഭാവത്തെ എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാനായിട്ട് പറ്റും. ആത്മാവിന്റെ ഫലം എന്നുള്ള വിഷയം ഗലാത്യയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വാക്യം കാണുവാൻ കഴിയുന്നുണ്ട്, ആത്മനിയന്ത്രണം. നമ്മളെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിക്കുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളോ അത് നമുക്കറിയാം. ആത്മാവിന്റെ ഫലമോ സന്തോഷം, പരമാവധി ഇന്ദ്രിയ ജയം എന്നുള്ള വാക്ക് നമുക്ക് അവിടെ കാണുവാൻ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ, ആകാത്ത വാക്കുകൾ പറയാതിരിക്കാൻ, അത് നമ്മൾ നാവിനെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നമുക്ക് കഴിയും. അതുമല്ല, പറയുവാൻ താമസം. അത് മാത്രമല്ല, പിന്നെ വായിക്കുന്നതാണ് കേൾപ്പാൻ വേഗത. 1 ശമൂവേലിന്റെ 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേശിനെക്കാട്ടും നല്ലത്. ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേശിനെക്കാട്ടി നല്ലത്. കേൾവി എന്ത് സംഭവിക്കുന്നു? നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാ? ദൈവവചനം കേൾവി കൂടെയാണ്, ഇല്ലയോ?
വിശ്വാസം കേൾക്കാനും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. റോമലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അപ്പൊ മാത്രമല്ല, കേൾവിയുണ്ട് വേറൊരു ഗുണമുണ്ട്. എന്താണ്? ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടതുകൊണ്ട് നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പൊ ദൈവവചന കേൾവി നമ്മളെ എങ്ങനെയുള്ളവരാക്കി തീർക്കുന്നു? ശുദ്ധിയുള്ളവരാക്കി തീർക്കുന്നു. അതെങ്ങനാ ശുദ്ധിയുള്ളവരാക്കി തീർക്കുന്നത്? വചനം കേൾക്കുമ്പോൾ നമ്മുടെ പാപത്തെ കുറിച്ച് നമുക്ക് ബോധവാന്മാരായി തീരുവാനും പാപത്തെ ഏറ്റുപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധുള്ളവരായി ജീവിക്കാൻ കഴിയുന്നത് ദൈവവചനം നമ്മൾ കേൾക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ താൻ യഥാർത്ഥമായ വിശ്വാസിയാണെന്ന് വെളിപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അവൻ കേൾക്കാൻ വേഗതയുള്ളവനായിരിക്കണം, പറയുവാൻ താമസമുള്ളവനായിരിക്കണം, കോപിക്കാനും താമസമുള്ളവനായിരിക്കണം. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കോപിക്കുമ്പോഴേ ദൈവഹിതപ്രകാരമുള്ള കാര്യം പറയുവാനോ ചെയ്യുവാനോ നമുക്ക് സാധ്യമല്ലാതെ പോകുന്നു. മനസ്സിലായോ? മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ കോപിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള വാക്കുകൾ പറയാനോ ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ നമുക്ക് സാധിക്കാതെ പോകുന്നു. അപ്പൊ ദൈവത്തിന്റെ നീതി അവിടെ നിവൃത്തിയാകുന്നില്ല. അപ്പൊ നമ്മുടെ കോപത്തെ നമ്മൾ അടക്കാൻ കഴിയണം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം, മുഷിഞ്ഞു പോകരുത് എന്ന് വായിക്കുന്നു. പലരും കോപത്തെ അടക്കാനായിട്ട് കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ട്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. കോപിക്കുന്നത് പാവമാണോ? കോപം രണ്ടു തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഒന്ന് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. കൺസ്ട്രക്റ്റീവായ കോപമുണ്ട്, ഇല്ലയോ? അതായത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ കോപിക്കുന്ന കോപമുണ്ട്, ഇല്ലയോ? അപ്പൊ നമ്മള് യേശു കർത്താവ് ദേവാലയത്തിൽ ചെന്ന് കോപത്തോടെ അവിടെയുള്ള കച്ചവടക്കാരെ ആട്ടി പുറത്താക്കി. എന്റെ ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ ഇതിനെ സാധാരണ കച്ചവടക്കാരുടെ കൂയാക്കി തീർത്തിരിക്കുന്നു പറയില്ല, അങ്ങനെ പറയില്ല. അപ്പം കോപം ആ നിലയിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള കോപമുണ്ട്, ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കോപവും ഉണ്ട്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് കോപിക്കുന്നത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ മക്കളോട് നമ്മൾ കോപിക്കാറില്ലയോ? ഇല്ല. എന്തിനു വേണ്ടിയാണ്? അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ അവരെ കോപിക്കുകയോ അടിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാറുള്ളത്. കാരണം എന്താ? അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണത്. അങ്ങനെയുള്ള കോപവും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള കോപവും തമ്മിലുള്ള വ്യത്യാസമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കോപിക്കാൻ നമ്മൾ താമസമുള്ളവരായിരിക്കണം, കേൾക്കാൻ നമ്മൾ വേഗതയുള്ളവരായിരിക്കണം, പിന്നെ പറയുവാനും നമ്മൾ താമസമുള്ളവരായിരിക്കണം. ഒരു വാക്യം വായിക്കാം. സഭാപ്രസംഗി 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കും. അത് അതിവേഗത്തിൽ ഒന്നും പറയാൻ നമ്മൾ ബന്ധപ്പെടാനായിട്ട് പാടില്ല. പത്രോസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പത്രോസ് എന്തായിരുന്നു? ഒരു എടുത്തിയാട്ടക്കാരനായിരുന്നു, ഇല്ലയോ? അതുകൊണ്ടുള്ള ദോഷവും പത്രോസിനുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അതിവേഗത്തിൽ ഒന്നും പറയരുത്. അതിവേഗത്തിൽ ഒന്നും പറയാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. നമ്മുടെ വാക്കുകൾ ചുരുക്കമായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ വാക്കുകൾ ചുരുക്കുന്നതും കോപിക്കാൻ നമ്മൾ താമസം ഉണ്ടാക്കുന്നതും കേൾക്കുവാൻ നമ്മൾ വേഗത കാണിക്കുന്നതും എന്തിന്റെ തെളിവായിട്ടുള്ളതാണ്? വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണെന്നാണ് യാക്കോബ് പറയുന്നത്. ഒരു വിശ്വാസം എന്ന നിലയിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഉള്ളവരാണെന്ന് തെളിയിക്കപ്പെടുന്നത്. ബാക്കി പിന്നെ താഴോട്ട് വായിക്കാം. നമ്മുടെ വചനം കേൾക്കുവാൻ നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടണം എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കേൾക്കുന്ന വചനം നമുക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ നമ്മുടെ ഹൃദയം അത് കേൾക്കുവാനായിട്ട് ഒരുക്കപ്പെടണം. അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ക്രിസ്ത്യാനികളുടെ ബന്ധത്തിൽ അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ ബന്ധത്തിൽ 7 കൽപ്പനകൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് യാക്കോബിന്റെ ലേഖനം 1:19 കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കുക, പറയുവാൻ താമസമുള്ളവനായിരിക്കുക, കോപിക്കാൻ താമസമുള്ളവനായിരിക്കുക, എല്ലാ അഴുക്കും വിട്ടുകളയണം, ദുഷ്ടയുടെ ആധിക്യം വിട്ടുകളയണം, വചനം സമർപ്പണത്തോടെ സ്വീകരിക്കണം, വചനം പ്രാവർത്തികമാക്കുന്നതായിരിക്കണം. 1:22 വാക്യം. വചനം കേൾക്കുന്നവർ മാത്രമല്ല, വചനം കേട്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് തിരുവനന്തപുരം കാണുവാനായിട്ട് കഴിയുന്നത്.
വചനം കേൾക്കുന്നുണ്ടായില്ല, വചനം കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇപ്പൊ അതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം. വിശ്വാസത്തിന്റെ പ്രവൃത്തി നമുക്ക് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 1:26 വാക്യത്തിൽ യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതിയിരിക്കുന്നു. പിതാവ് ദൈവത്തിന്റെ മുമ്പാകെ അപ്പം പിന്നെ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത് മാത്രമല്ല, ലോകത്തോടെ കളങ്കം പറ്റാത്തവണ്ണം നമ്മൾ തന്നെത്താൻ കാത്തുകൊള്ളി വേണം. തന്നെത്താൻ കാത്തുകൊള്ളണം. അപ്പൊ പല വിഷയങ്ങളും നമുക്ക് തന്നെത്താൻ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. തന്നെത്താൻ സൂക്ഷിക്കുന്നത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്താണ്? വിശ്വാസികൾക്ക് അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്നു. വളരെ നന്നാക്കിയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ലാത്ത ഒരു കാലഘട്ടം. എൻ്റെ ഒരു അങ്കിള് മിഷണറി ആയിട്ട് പോയിട്ട് ഉണ്ടായിരുന്നു, BP ജാക്കബ് അങ്കിള്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറയാവുന്ന എന്നോട് പറഞ്ഞു തരുമായിരുന്നു, അതിന് പിന്നെ റോഡ് നല്ല ചൂടായിട്ട് കിടക്കുക, റോഡ് ചൂടായിട്ട് കിടക്കുക, അതിൽ കൂടെ നമുക്ക് നടക്കണം. റോഡ് തണുപ്പിച്ച് നമുക്ക് നടക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ കാലെ ചേരിപ്പെട്ടുകൊള്ളണം. നമ്മുടെ കാലത്ത് തന്നെത്താൻ സൂക്ഷിച്ചുകൊള്ളണം. തന്നെത്താൻ സൂക്ഷിച്ച് മറ്റുള്ളവരെ നന്നാക്കിയിട്ട് നമുക്ക് നന്നാക്കാനായിട്ട് ഒരു പക്ഷേ സാധ്യമാകത്തില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും തന്നെത്താൻ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൃഷി ജീവിതത്തെ തന്നെത്താൻ സൂക്ഷിച്ചുകൊണ്ട് ഈ ഭൂമി ജീവിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നു. അടുത്ത 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1 മുതൽ 13 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പാപമുണ്ട്. അതെന്താണെന്നറിയാമോ? 2:9 വായിച്ചാട്ടെ. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. അവിടെ ആ 1-ാം നൂറ്റാണ്ടിലെ സമയത്ത് സഭയില് ദരിദ്രന്മാരായ വിശ്വാസികളും ഉണ്ടായിരുന്നു, ധനവാന്മാരായിട്ടുള്ള വിശ്വാസികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ധനവാന്മാരായ വിശ്വാസികൾ ദരിദ്രരോട് എന്ത് ചെയ്തു? മുഖപക്ഷം കാണിച്ചു, ഇല്ലയോ? അവരെ പീഡിപ്പിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ധനവാന്മാരായ വിശ്വാസികൾ അവിടെ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഇവിടെ പറയുന്നത്, സഹോദരന്മാർ 2:1 സഹോദരന്മാരെ തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ? അപ്പം നമ്മള് ഈ എന്നെ പ്രത്യേക ഈ രക്ഷിക്കപ്പെട്ട നാടുകളിൽ ഈ ബ്രദറൻ പിന്നെ പ്രസ്ഥാനത്തോട് ആകർഷിച്ചുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ നാമോ സഹോദരന്മാരെന്നുള്ളത് വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ഒരുപോലെ എന്നുള്ള ഒരു പദവിയാണ്. കാരണം ഞാൻ ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നേ. ഓർത്തഡോക്സിൽ എന്തുണ്ട്? വലിയവരും ഉണ്ട്, ചെറിയവരും ഉണ്ട്. അവിടെ ചിലർക്ക് നിൽക്കാം, ഇവിടെ ചിലർക്ക് നിൽക്കാൻ പാടില്ല, ഇല്ലയോ? ധനവാന്മാരുണ്ട്, ദരിദ്രന്മാരുണ്ട്. അങ്ങനെയുള്ളൊരു വ്യത്യാസം എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, കർത്താവ് മാതൃക കാണിക്കുന്നു. നമ്മളോ സഹോദരന്മാരാണ്. കർത്താവ് യേശുക്രിസ്തു നമ്മളെ തന്നെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല എന്ന് എബ്രായലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം വലിയവരും രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ എല്ലാവരും എങ്ങനെയാണ്? ഒരുപോലെ പദവി ഉള്ളവരാണ്, എല്ലാവരും ഒരുപോലെ ഉള്ളവരാണ്. എല്ലാവർക്കും വേണ്ടി കർത്താവ് കൊടുത്ത വില സെയിമാണ്. ഏതൊരു രക്തത്താൽ എന്നെ വീണ്ടെടുത്തോ അതേ രക്തത്താൽ തന്നെ നിങ്ങളെയും ഓരോരുത്തരെയും ദൈവം വീണ്ടെടുത്തു. നമ്മളെ വീണ്ടെടുപ്പ് വില തുല്യമായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ അതുകൊണ്ട് ദൈവമക്കളാകും നമ്മള് ദൈവസ്ഥലിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളെ വിലയേറിയതും മാന്യരുമായിട്ട് ദൈവം നമ്മളെ എണ്ണിയിരിക്കുന്നു. അപ്പൊ നമ്മളെ ദൈവവും വിലയേറിയവരും മാന്യമായിട്ട് നമ്മൾ എണ്ണിയിരിക്കുമ്പോൾ നമ്മൾ അന്യോന്യം എന്തുണ്ടാകാൻ പാടില്ല? വലിപ്പം ചെറുപ്പം കാണിക്കാനായിട്ട് പാടില്ല. അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ഒരു ആദർശമായ ഒരു കാര്യം നമുക്ക് ഈ പിന്നെ സഭയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പദവിയിലൊക്കെ വ്യത്യാസം വരും. ചിലർക്ക് അറിവ് കൂടുതലായിരിക്കാം, ചിലർക്ക് അറിവ് കുറവായിരിക്കാം. പക്ഷെ എല്ലാവരും ഒരുപോലെ
ദൈവം എല്ലാവരെ ഒരുപോലെ കാണുന്നു. അപ്പം വേറൊരു സഭയില് ഒരു സംഭവം എന്നെ പ്രത്യേകം ചിന്തിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു മാനേജരും ഉണ്ട്, ഒരു പീണും ഉണ്ട്. ഒരു ഓഫീസിലാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നത്. അപ്പം ഓഫീസിൽ വരുമ്പം ഈ മാനേജരും വേറൊരു വിശ്വാസം ഉണ്ടായത് പിയൂണുമാണ്. പക്ഷെ സഭയിൽ വരുമ്പം ഈ പിയൂൺ ഇവിടുത്തെ മൂപ്പനും മാനേജർ അവിടുത്തെ വിശ്വാസമാണ്. അപ്പൊ അവിടെ പദവി മാനേജരാണെങ്കിലും സഭയിൽ വരുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയാണ്. പക്ഷെ അവിടുത്തെ പിയൂൺ സഭയിൽ വരുമ്പോൾ ഇവിടുത്തെ മൂപ്പൻ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി ആയിരുന്നു എന്ന് ഞാൻ കേൾക്കുവാണ്ടക്കണം ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിവും പരിജ്ഞാനവും വ്യത്യസ്തമായ നിലയിലാണ് ഉള്ളതെങ്കിലും ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ്. ഈ കാര്യം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് വചന പഠനത്തിൽ കൂടി. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മള് മുഖപക്ഷം കാണിക്കുന്നത് അത് പാപമാണെന്ന്, പിന്നെ പാവപ്പെട്ടവരോട് നമ്മൾ വിവേചനം കാണിക്കാനായിട്ട് പാടില്ല. അവരെയും നമ്മളെപ്പോലെ തുല്യമായിട്ട് നമ്മൾ അവരെ കാണണം എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിലയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സഭയും നമ്മുടെ സമൂഹവും ഒക്കെ വളരെയധികം വ്യത്യാസപ്പെടും എന്നുള്ളത് യാതൊരു സംശയമല്ല. പക്ഷെ നമുക്കത് പൊതുവെ എല്ലായിടത്തും കാണുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് എഴുതിയിരിക്കുന്നത് എന്താണ്? നിങ്ങൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ, എല്ലാവരും ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ കഴിയത്തില്ലെങ്കിലും പാവപ്പെട്ടവരെയും താണവരെയും നമ്മളെ പോലെ തന്നെ കാണുവാനായിട്ട് ദൈവത്തിന്റെ ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പൗലോസ് പറയാണ്, ക്രിസ്തു അത്രേ എല്ലാവരും എല്ലാം. പുതിയ വിശ്വാസികളായ നാം സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം പ്രാപിച്ചവരും അതനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടവരുമാണ്. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യം പ്രാപിച്ചവർ. എങ്ങനെയാണ്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്താൽ നമ്മള് എല്ലാവരും സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. ദൈവസന്നിധിയിൽ എല്ലാവരും തുല്യരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ മനോഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം ധന്യമായി തീരും. മാത്രമല്ല, നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണെന്ന് നമ്മളെ കാണുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുകയും ചെയ്യും. 2-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അത് 14 മുതലുള്ള വാക്യങ്ങളാണ്. രക്ഷിക്കുന്ന വിശ്വാസത്തെയും പ്രവൃത്തിയെയും കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ഗലാത്യലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ പൗലോസ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളൊക്കെ വായിക്കുന്നതാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തല്ലാതെ, ഗലാത്യലേഖനം 2:16 യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും ദൈവത്തിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നാമം ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്, അല്ലയോ? അപ്പൊ ഒരു പാപി അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? വിശ്വാസത്താലാണോ പ്രവൃത്തിയാലാണോ? വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്. എന്നാൽ ഇവിടെ യാക്കോബിന്റെ ലേഖനം പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ യാക്കോബ് എഴുതിയിരിക്കുന്നത് ഇവിടെ 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കാം. ഇവിടെ അബ്രാമിനെ കുറിച്ച് പറയാണ്. ഇവിടെ അബ്രാമിനെ അടിസ്ഥാനപ്പെടുത്തി പറയാൻ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ അപ്പോസ്തലൻ പൗലോസ് എന്താണ് പറഞ്ഞത്? വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഇതിന് ഏതാണോ ശരി? അതാണോ ശരി? ഇതാണോ ശരി? രണ്ടും ശരിയാ, അല്ലയോ? രണ്ടും ശരിയാ, അല്ലയോ? പക്ഷെ കേൾക്കുന്നവർക്ക് ഇത് രണ്ടും ശരിയാന്ന് അതിനെ കുറിച്ച് ഒരു വ്യത്യാസമുണ്ട്. ഒരിടത്ത് എഴുതിയിരിക്കുന്നു വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്, യാക്കോബ് എഴുതിയിരിക്കുന്നു പ്രവൃത്തിയാലാണ് രക്ഷിക്കപ്പെടുന്നത്. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒത്തു പോകുന്നതെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണ്ടേ. പല പോയിന്റുകൾ ഞാൻ പറയാം. എന്നാൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയട്ടെ. പൗലോസ് പറഞ്ഞിരിക്കുന്ന ആരോടാണ്? രക്ഷിക്കപ്പെടാത്ത ഒരു പാപിയോടാണ് പറഞ്ഞിരിക്കുന്നത്. നീ പ്രവൃത്തികൾ കൊണ്ട് രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല, വിശ്വാസത്താലാണ് നീ രക്ഷിക്കപ്പെടാനായിട്ട് സാധ്യമാണെന്ന് പൗലോസ് പറയുന്നതാണ്. പൗലോസ് എത്രയും ന്യായപ്രമാണം എല്ലാം പഠിച്ച് ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് ദൈവത്തിന്റെ പ്രമാണം എല്ലാം അനുസരിച്ച് എത്ര ഉന്നതമായ സ്ഥാനം ഉണ്ടായിരുന്ന ഒരാളാണ്, പരീക്ഷനായിരുന്നല്ലോ പൗലോസ് പറയാണ്, യേശുക്രിസ്തു വിശ്വാസമല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല. ഗലാത്യലേഖനം 2:16. അപ്പം അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായല്ലോ,
ഇപ്പൊ ഇവിടെ രണ്ടഭിപ്രായം. അപ്പോഴേ ബൈബിൾ ക്ലാസ് ഇപ്പോഴാ ശരിയായിട്ട് പോകുന്നത്. ഇപ്പൊ ഞാനത് പറഞ്ഞുതരാം. അത് ഇവിടെ നമുക്ക് കാണുന്നത് ഗലാത്യർ 2:14 വായിക്കുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു നീതീകരിക്കപ്പെട്ടു, ഇല്ലയോ? അപ്പം പൗലോസ് പറയുന്നത് വിശ്വാസാൽ മാത്രമേ നീതീകരിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. പ്രവൃത്തിയാൽ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടാൻ സാധ്യമല്ല. ആരോ ആയി പറയുന്നത്? രക്ഷിക്കപ്പെടാത്ത ഒരാളോടാ, രക്ഷിക്കപ്പെട്ട ഒരാളോടാ, രക്ഷിക്കപ്പെടാത്ത ഒരു പാവിയോടാണ് പറയുന്നത് വിശ്വാസാല മാത്രമേ നിനക്ക് രക്ഷിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. നീ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും, ഒരുവൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നാലും ഒന്ന് തെറ്റിയാൽ എല്ലാത്തിലും നീ തെറ്റിയില്ലേ? അപ്പൊ 100% പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. ഒന്ന് തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. അപ്പം പ്രവൃത്തികൾ കൊണ്ട് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ല, ഇല്ലയോ? വിശ്വാസത്തോട് പറയാണ് പ്രവൃത്തി കൊണ്ട്. അപ്പൊ പൗലോസ് പറഞ്ഞത് അവിശ്വാസത്തോട് പറയാണ്, നീ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തു വിശ്വസിച്ചാൽ മാത്രമേ നീ നീതീകരിക്കപ്പെടുകയുള്ളൂ. എന്നാൽ യാക്കോബ് പറയാണ്, അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, അങ്ങനെ യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു എന്ന് അഭിമാനിക്കുന്ന ഒരു വിശ്വാസത്തോട് പറയാണ്, നിന്റെ വിശ്വാസം നിന്റെ പ്രവൃത്തിയിൽ കൂടി കാണിച്ചേർന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവം. അതാ പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ രണ്ടും വ്യത്യാസമില്ല, രണ്ടും കാര്യം രണ്ടും ശരിയാണ്. അപ്പൊ വിശ്വാസി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ കൂടി കാണിക്കുന്നില്ല എങ്കിൽ അവന്റെ വിശ്വാസം വ്യർത്ഥമാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. രക്ഷിക്കുന്നതിനും നീതീകരിക്കുന്നതിനും പ്രവൃത്തിക്ക് ശക്തിയില്ല. വേറെ യഥാർത്ഥ വിശ്വാസം എങ്ങനെയുള്ളതാണ്? പ്രവൃത്തി ഉള്ള വിശ്വാസമാണ്. ഇനി യഥാർത്ഥ വിശ്വാസം പ്രവൃത്തിയാൽ വ്യാപരിക്കുന്നതാണ്. അബ്രഹാമിന്റെ വിശ്വാസം തന്റെ പ്രവൃത്തിയിൽ കൂടി വ്യാപരിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു. പിന്നെ യഥാർത്ഥ വിശ്വാസം ജീവനുള്ള വിശ്വാസമാണ്. യഥാർത്ഥ വിശ്വാസം ജീവനുള്ള വിശ്വാസമാണ്. നമുക്ക് കർത്താവ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി പോകാൻ പറഞ്ഞാൽ അത് നീങ്ങി പോകാം. കടുകുമണിയുടെ പ്രത്യേകത എന്തുവാ? അത് കൊള്ളയില്ലാത്ത, അത് മാത്രമല്ല അത് ജീവനുള്ളതാണ്. കടുകുമണിക്ക് ജീവനുള്ള വിശ്വാസമായിരിക്കണം. പിന്നെ അത് യഥാർത്ഥ വിശ്വാസം നീതീകരിക്കുന്ന വിശ്വാസമാണ്. യഥാർത്ഥ വിശ്വാസം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസമാണ്. യഥാർത്ഥ വിശ്വാസം നമ്മുടെ കുറ്റബോധത്തെ മാറ്റി തരുന്ന വിശ്വാസമാണ്. അതായത് നമ്മുടെ കുറ്റബോധം മാറ്റി തരുന്നതാണ് യഥാർത്ഥ വിശ്വാസം. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ കുറ്റബോധം നീങ്ങി കിട്ടുന്നില്ലയോ? നമുക്ക് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ അറിയാം? തലവേദന ഉണ്ടെങ്കിൽ അറിയാം, തലവേദന നീങ്ങുമ്പോൾ അറിയാം, ഇല്ലയോ? നമുക്ക് കടഭാരം ഉണ്ടെങ്കിൽ കടഭാരം നീങ്ങുമ്പോൾ അറിയാം, കടഭാരം ഉള്ളപ്പോഴും നമുക്കറിയാം, ഇല്ലയോ? അതുപോലെ കുറ്റബോധം ഉള്ളപ്പോഴും നമുക്കറിയാം, കുറ്റബോധം നീങ്ങി പോകുമ്പോഴും നമുക്കറിയാം. അപ്പൊ യഥാർത്ഥമായി യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകുന്നു, നമ്മുടെ ഹൃദയം ഇതിലെ കുറ്റബോധം നീങ്ങി പോകുന്നു, നമുക്ക് സമാധാനം കിട്ടുന്നു, അല്ലേ? യഥാർത്ഥമായ വിശ്വാസം അതാണ്. കാരണം വേറൊരു കാര്യം, നമുക്ക് നമ്മുടെ സ്വഭാവത്തിന്, പിന്നെ നമ്മുടെ നോട്ടത്തിനും നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മുടെ പെരുമാറ്റത്തിനും ഒക്കെ യഥാർത്ഥ വിശ്വാസം മാറ്റം വരുത്തി തരുന്നതാണ്. മാത്രമല്ല പിന്നെ യഥാർത്ഥ വിശ്വാസം ബുദ്ധിശക്തിയുടെ ചൈതന്യത്തെ വെല്ലുന്നതാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസം അല്ലാത്ത വിശ്വാസമുണ്ട്. അതിനെന്തോ പറയുന്നറിയാമോ? വെറും വിശ്വാസം. ഇവിടെ എഴുതിയുണ്ടല്ലോ, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വിശ്വാസം അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വെറും വിശ്വാസം എന്ന് എഴുതിയിട്ടുണ്ട്. വെറും വിശ്വാസം, അവിടെ ഒരു വാക്ക് കേട്ട് നമ്മള് വെറും വിശ്വാസവും യഥാർത്ഥ വിശ്വാസവും നമ്മുടെ വ്യത്യാസം എന്തുവാ? നമ്മളിത് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. വെറും വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് ഞാൻ വായിച്ചു ഒരു പോയിന്റുകൾ പറഞ്ഞു. വെറും വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അറിവ്, നമ്മളെ ബുദ്ധിയിൽ ലഭിക്കുന്ന അറിവ്. എന്താണ്? നമ്മൾ സയൻസ് പഠിക്കുന്നു, കണക്ക് പഠിക്കുന്നു, കോളേജിൽ പോയി പഠിക്കുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്നു, പല അറിവുകളും നമുക്കുണ്ട്. നമ്മുടെ ചില ഹിസ്റ്ററിയില് പല വ്യക്തികളെയും നമുക്കറിയാം. നമുക്ക് ഗാന്ധിജിയെ അറിയാം, ഗാന്ധിജിയെ കൂടെ പഠിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. യേശുക്രിസ്തു ദൈവപുത്രനാണ്, നമുക്ക് വേണ്ടി താഴ്ന്നിറങ്ങി വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്നും നമുക്ക് അറിവുണ്ടെന്ന് ചിന്തിക്കാം. വിശ്വാസമല്ല, അറിവ്, ഇല്ലയോ? എല്ലാ ക്രിസ്ത്യാനികൾക്കും അങ്ങനെ അറിവുണ്ട്, ഇല്ലയോ? അവർ യേശുക്രിസ്തുവിനല്ലേ വിശ്വസിക്കുന്നത്. അവർക്ക് എന്തോ അറിവുണ്ട്. യേശു അവർക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നവരാ എല്ലാ നാമതേ ക്രിസ്ത്യാനികളും. പക്ഷെ അവർ രക്ഷിക്കപ്പെടാത്ത എന്താ കാര്യം? നമ്മൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി
മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേൽക്കുന്നല്ലേ? അവരും വിശ്വസിക്കുന്നേ യേശുക്രിസ്തു, യേശുക്രിസ്തു ദൈവമാണ്, അവൻ മനുഷ്യനായി വന്നു, മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേൽക്കുന്ന അവരും മനസ്സിലാക്കിയിരിക്കുന്നത് ബുദ്ധിയില്. പക്ഷെ ആ ബുദ്ധിയിലുള്ള വെറും വിശ്വാസം ഒരു മനുഷ്യനെ രക്ഷിക്കുന്നില്ല. പിന്നെന്താ? യഥാർത്ഥ വിശ്വാസമാണ് രക്ഷിക്കുന്നത്. വെറും വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ ലഭിക്കുന്ന അറിവാണ്. ബുദ്ധിയിൽ നമുക്ക് ലഭിക്കുന്ന അറിവ്, മനസ്സിലായോ? തലമണ്ടയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നേ, നമ്മുടെ ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നേ. എന്നാൽ യഥാർത്ഥ വിശ്വാസം ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയവുമായിട്ടാണ്. ഹൃദയത്തിൽ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചിരുന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യഥാർത്ഥ വിശ്വാസവും അറിവും രണ്ടും രണ്ടാ. എന്നാൽ ഈ അനേകര് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവർ രക്ഷിക്കപ്പെടാത്തതിന്റെ കാരണം അവരുടെ വിശ്വാസം യഥാർത്ഥമല്ലാത്തതുകൊണ്ടാ. അവരുടെ അറിവിനെ വിശ്വാസമായിട്ട് അവര് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ സദ്വർത്തമാനം കേട്ടെങ്കിലും അത് വിശ്വാസമായി പരിണമിക്കാഞ്ഞുകൊണ്ട് അവർക്ക് ഉപകാരമായി വന്നില്ല. ഇസ്രായേൽ മക്കൾ എല്ലാവരും പിടിക്കപ്പെട്ടു, ഫറവോന്റെ അടിമത്തിൽ നിന്ന് പിടിക്കപ്പെട്ടു. പക്ഷെ അവര് 40 വർഷം കൊണ്ട് അവരെല്ലാരും മരുഭൂമിയിൽ പറ്റുപോയി. എന്താ കാരണം? ആ സദ്വർത്തമാനം അവർ കേട്ടവരെങ്കിലും അത് അവരുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ചില്ല. അതുകൊണ്ട് അവർ നശിച്ചുപോയി. അപ്പൊ നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് ലഭിക്കുന്ന ഈ അറിവ് നമ്മൾ രക്ഷിക്കുന്നില്ല. ആ അറിവ് വേറെ, വിശ്വാസം വേറെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആശിക്കുന്നതിന്റെ ഉറപ്പ് വേറെ, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം വേറെ. ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ വിശ്വാസത്തിനകത്ത് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ഏതൊക്കെയാ? ഒന്ന് ആശിക്കുന്നതിന്റെ ഉറപ്പും, 2 കാണാത്ത കാര്യവും. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യവും. വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവും. അപ്പൊ കാണാത്ത കാര്യം എന്താണ്? ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്താണ്? ഇത് രണ്ടും കൂടെ നമ്മൾ ചേരുമ്പോഴാണ് വിശ്വാസമാകുന്നത്. കാണാത്ത കാര്യം 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കണ്ടിട്ടില്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വിശ്വസിക്കുന്നു. അത് കാണാത്ത കാര്യമാണ്. പിന്നെ ഭൂതകാലത്തിൽ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും വർത്തമാന കാലത്ത് ജീവിക്കുന്ന നമ്മൾ ഇന്ന് അത് വിശ്വസിക്കുന്നത് കൊണ്ട് ഭാവിയിൽ ദൈവം നമ്മളെ ഇനി ശിക്ഷിക്കത്തില്ല എന്നുകൂടെ വിശ്വസിക്കണം. ഭാവിയിൽ നമ്മളെ ഇനി ദൈവം ശിക്ഷിക്കത്തില്ല, അതാ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആ വിശ്വാസം ആർക്കില്ല? വെറും വിശ്വാസക്കാർക്കില്ല. അതുകൊണ്ടാണ് അവർ രക്ഷിക്കപ്പെടാത്തത്. അവിടെയാണ് അവരുടെ പ്രശ്നം. എനിക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ യേശുക്രിസ്തു വിശ്വസിക്കുന്നവനായിരുന്നു, യേശുക്രിസ്തു വേണ്ടി ജീവിക്കുന്നവനായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് 30 വർഷക്കാലം ഞാൻ ഓർത്തഡോക്സ് പള്ളിയില്, അവിടുത്തെ കമ്മിറ്റി, ബോംബെയിലെ പള്ളിയിലെ കമ്മിറ്റി മെമ്പറും അച്ഛനും കൊണ്ട് നടക്കുന്നവരും വളരെ ആധ്യാത്മികമായിട്ട് വളരെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായിരുന്നു. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു. എന്താ കാര്യം? എന്റെ വിശ്വാസം കേവലം അറിവായിരുന്നു, വിശ്വാസമല്ലായിരുന്നു. വെറും വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. യഥാർത്ഥ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. യഥാർത്ഥ വിശ്വാസം എനിക്കുണ്ടായത് ബൈബിൾ വായിച്ചപ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 6-ാം അധ്യായം 1 കൊരിന്ത്യർ 6:9 വായിച്ചപ്പോൾ ഇങ്ങനെ വായിച്ചു: അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയിരുന്നാൽ ഇന്നലെയോ കള്ളന്മാർ, ആവശ്യക്കാർ, പിടിച്ചുപറിക്കാർ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമില്ല. നിങ്ങളും ഇക്കൂട്ടത്തിലുള്ളവരാ ചിലരായി. ആ വാക്യം വായിച്ചപ്പോൾ വീട്ടിൽ ഞാൻ നല്ലവൻ, പള്ളിയിൽ നല്ലവൻ, ഓഫീസിൽ നല്ലവൻ, വിശ്വസനായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പാപിയാണെന്നുള്ള ബോധം ആ വാക്യം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലുണ്ടായി. അപ്പൊ ഞാൻ മരിച്ചാൽ എവിടെ പോന്നേ? ഇത്രയും ത്യാഗാത്മകമായി ജീവിച്ച ഞാൻ മരിച്ചാൽ നരകത്തിലാ പോന്നേന്ന് ആ വാക്യം എനിക്ക് ഉറപ്പ് തന്നു. അപ്പൊ ഞാൻ ഭയപ്പെട്ടു, ദൈവമേ, ഇത്രയും ത്യാഗാത്മകമായി ജീവിച്ചിട്ടും മരിച്ചാൽ മരിച്ചിട്ടും നരകത്തിലാ പോന്നെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്തോ അർത്ഥം? അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് പിന്നെ സ്വർഗത്തിൽ വരണം, എനിക്ക് നരകത്തിൽ പോണ്ട. പിന്നെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശുമണ്ണം ഞാൻ വായിച്ചപ്പോൾ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് കർത്താവ് ഉറക്കം നിലവിളിക്കുന്നു. ആ ഭാവം ഞാൻ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, നീ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ മരിക്കേണ്ട ആവശ്യം എന്തുവാ? ഇങ്ങനെ നിലവിളിക്കേണ്ട ആവശ്യമാ? അങ്ങ് പരിശുദ്ധനാണല്ലോ, ഈ നിലവിളിക്കേണ്ട ആവശ്യം എന്തുവാ? ഈ ക്രൂശിൽ ഒരു മഹാപാപി പോലെ മരിക്കേണ്ട ആവശ്യം എന്തുവാ? പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തെ തോന്നിപ്പിച്ചത്, എന്റെ പാപനിമിത്തമാണ് യേശു മരിച്ചത്, എന്റെ പാപനിമിത്തമാണ് യേശു മരിച്ചെന്ന്, എന്റെ ഭാരകാരനായിട്ടാണ് യേശു മരിച്ചെന്ന് വലിയ ബോധ്യം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നു. പെട്ടെന്ന് രണ്ടാമത്തെ ചിന്ത എന്നെ വന്നു, കർത്താവേ, നീ ആരാ? നീ പരിശുദ്ധൻ, ഞാനാരാ? ഞാൻ മഹാപാപി.
ഒരു മഹാഭാവിയെ പ്രതി പരിശുദ്ധനായ ദൈവമേ അങ്ങ് മരിക്കയോ? ഇവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് വന്നത്. അപ്പൊ എന്റെ ഹൃദയം ഇന്നും ആ കാര്യം പറയുമ്പോൾ എന്റെ ഹൃദയം താരാറുണ്ട്, എന്റെ കണ്ണ് നനയാറുണ്ട്. എന്താണ്? യേശു കർത്താവ് ഈ പാപിയെ പ്രതി, കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധൻ, അവൻ മരിച്ചത് എന്നെ പ്രതിയാണ്, എന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ മരിച്ചതെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ അവിടെ എനിക്ക് സമാധാനം കിട്ടി. ഇനി ആ കർത്താവ് എന്നെ ശിക്ഷിക്കത്തില്ല എന്നെനിക്ക് ഉറപ്പായി. റോമാലേഖനം 8:1 പറയുന്നു, ക്രിസ്തുവിനുള്ളവർക്ക് ഇപ്പോഴും ഒരു ശിക്ഷാവിധിയും ഇല്ല. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. ഉണ്ടാകുമെന്നല്ല, ഇപ്പൊ ഉണ്ട്. ഐ നൗ പോസസ് എറ്റർണൽ ലൈഫ്. ഇപ്പൊ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. എന്തുണ്ടെന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ന്യായവിധരാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു. പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധി ഇല്ല. അതാണ് രക്ഷിക്കുന്ന വിശ്വാസം. വെറും വിശ്വാസം നമ്മളെ രക്ഷിക്കത്തില്ല. അനേക ക്രിസ്ത്യാനികൾ ഞാൻ നോക്കിയപ്പോൾ എത്രയാ, നമ്മുടെ ഈ ലോകത്തുള്ള ക്രിസ്ത്യാനികളെ എല്ലാം നോക്കിയപ്പോൾ 99% നാമതേ ക്രിസ്ത്യാനികളാണ്. അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടവരല്ല. കാരണം എന്താണ്? അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസം അല്ലാത്തതുകൊണ്ടാണ്. കേവലം അറിവാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്ന ഏത് മനുഷ്യനും സകല മനുഷ്യരെക്കാട്ടും അരിശ മനുഷ്യരെന്ന് പൗലോസ് പറയുന്നു. മനസ്സിലായോ? യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുകൊണ്ട് ഇനി ഭാവിയിൽ ദൈവം എന്നെ ശിക്ഷിക്കുന്നില്ല എന്നും കൂടെ നമ്മൾ വിശ്വസിക്കണം. ഒരുവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്നും കൂടെ വിശ്വസിക്കണ്ടേ? എബ്രായലേഖനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ദൈവം ഉണ്ടെന്ന് എബ്രായലേഖനത്തിൽ വായിക്കാം. എബ്രായലേഖനം എഴുതേ, അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എന്താണ് പ്രതിഫലം? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. തന്നെ അന്വേഷിക്കുന്ന പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലം എന്താണ്? നിത്യജീവൻ, പാപമോചനം, നിത്യജീവൻ. അങ്ങനെ നിത്യജീവൻ ലഭിച്ച ഒരു വ്യക്തിയിൽ എന്തുണ്ടാകും? യഥാർത്ഥമായ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അങ്ങനെ വരുന്നില്ല എങ്കിൽ ആ മനുഷ്യന്റെ വിശ്വാസം കൊണ്ട്, അവന്റെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? പിശാചിനുള്ള വിശ്വാസമാണ്, വെറും വിശ്വാസം. പിശാചി കർത്താവിനെ മനസ്സിലാക്കി കർത്താവിന് മുമ്പിൽ വിറച്ചു. മാത്രമല്ല വിശ്വസിക്കുക മാത്രമല്ല, വിറയ്ക്കുകയും കൂടി ചെന്നു. അവൻ സ്വർഗത്തിൽ പോവുമോ? എന്താ കാരണം? പിശാച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പക്ഷെ അവന്റെ പാപത്തിന്റെ പ്രായച്ചിത്തമായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചതെന്ന് പിശാച് വിശ്വസിക്കുന്നില്ല. അവന് വിശ്വസിക്കുന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഭാവിയിൽ ദൈവം ശിക്ഷിക്കുന്നില്ല എന്നുള്ള വിശ്വാസം ആർക്കില്ലായിരുന്നു? പിശാചിനുമില്ല, പിശാചിനുള്ളവർക്കും ഇല്ല. അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടാം. നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണ്, ജീവനുള്ള വിശ്വാസമാണ്, പ്രവർത്തിക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തെയാണ് ദൈവം അംഗീകരിക്കുന്നത്. ജീവനുള്ള വിശ്വാസം, ജീവനുള്ള വിശ്വാസം വളരുന്ന വിശ്വാസമാണ്. ജീവനുള്ള വിശ്വാസം എന്ത് ചെയ്യും? വളരുന്ന വിശ്വാസമാണ്. ഞാനിത് ഭാഗം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, എൻ്റെ ഒരു അങ്കിളുണ്ട്, VP ജേക്കബ്. അദ്ദേഹം 1943 പിന്നെ അദ്ദേഹം BA പാസ്സായിട്ട് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി മംഗലാപുരത്ത് പോയി സൂചന പ്രവർത്തനം ചെയ്ത നമ്മുടെ ഇടയിലുള്ള നല്ല വലിയൊരു ഉപദേശമായിരുന്നു അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സമയത്ത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ പോയി ശുശ്രൂഷിക്കാനായിട്ട് സമയം കിട്ടി. അപ്പം കൂട്ടായ്മ എല്ലാവരും കൊണ്ട് കൊടുക്കുന്ന സമയത്ത് വാർദ്ധക്യത്തിന് എണ്ണി വെക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ്, കുഞ്ഞപ്പി അവിടെ മേശയിൽ കുറെ പണം ഇരിപ്പുണ്ട്, നീ അത് എണ്ണി നോക്കാൻ പറയും. എണ്ണി നോക്കിയപ്പോൾ ഞാൻ പറയും ഇത്ര രൂപയുണ്ടെന്ന് പറയും. അത് അദ്ദേഹത്തിനോട് പറയാന്നേ, അതിന്റെ 70% എത്രയുണ്ടെന്ന് കണക്ക് കൂട്ടിയിട്ട് ആ മേശപ്പുറത്തൊരു പേപ്പർ ഉണ്ട്, അതിന്റെ വീട് എഴുതാൻ പറയും. അപ്പോഴേ എനിക്ക് മനസ്സിലാക്കിയ തനിക്ക് കിട്ടുന്നതിന്റെ 70% ദശാംശം കൊടുക്കുമായിരുന്നു. തന്റെ വിശ്വാസം വർദ്ധിച്ച്, ഇത്രയും പ്രായമുള്ള മനുഷ്യന്റെ വിശ്വാസം രക്ഷിക്കപ്പെട്ട നാളുകൾ ഈ 88 വയസ്സാകുന്നവരെ എത്രമാത്രം വർദ്ധിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശ്വാസം വർദ്ധിക്കുന്നതാണ്. ജീവനുള്ള വിശ്വാസം എന്ത് ചെയ്യും? വർദ്ധിക്കുന്നതാണ്. നമ്മൾ ഇന്ന് സ്വതന്ത്രാഴ്ചയിടും അത്ര ജീവിതകാലം മൊത്തം നമ്മുടെ സ്വതന്ത്രാഴ്ച 10 രൂപയാണെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിൽ കൊടുക്കുന്ന
കൊടുക്കുന്ന ദശാംശം വർദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ, വളരുന്നുണ്ടോ? ഇല്ല. അന്ന് കൊടുക്കുന്ന 10% ഇന്നും 10% കൊടുക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി പരുഷന്മാരുടെയും പിന്നെ ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ കടക്കത്തില്ല, അല്ലയോ? അങ്ങനെയാ കർത്താവ് പറഞ്ഞു. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? അത് വർദ്ധിക്കുന്നതായിരിക്കണം, അത് വളരുന്നതായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തിയിൽ കൂടി നമുക്ക് വ്യത്യാസപ്പെടും. അപ്പൊ പലരും ഞാൻ പറഞ്ഞ് ഇപ്പൊ ഒരു പിന്നെ നമുക്ക് കുറ്റപ്പെടുന്നുണ്ട്, അവിശ്വാസിയാണ്, അവന്റെ ജീവിതത്തിലെ പ്രവൃത്തി വളരെ മോശമാണ്, അത് വിശ്വാസം ജീവിക്കുന്നില്ല എന്നൊക്കെ പലരും നമ്മളോട് കുറ്റം പറയും. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഇവിടെ നമ്മളൊരു ആശാരിയുടെ അടുത്ത് ചെല്ലുമ്പോഴേ ഒരു പിന്നെ ഒരു മേശ പണിയാനായിട്ട് കൊടുത്തു. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഈ മനുഷ്യന് ആശാരി മേശ എന്തെന്ന് ചോദിച്ചു. അപ്പൊ ആശാരി പറയുക, മേശയുടെ 4 കാല് അവിടെ ഇരിക്കുന്നു, ആ പലക അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുവാ എൻ്റെ അർത്ഥം? എൻ്റെ അർത്ഥം എന്താ? മേശയുടെ പണി പൂർത്തിയായിട്ടില്ല, ഇല്ലയോ? അന്നേരം അയാൾ ചോദിച്ചു, ഇതാകുമ്പോ മേശ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥമുണ്ടോ? ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട ശേഷം അതൊരു ആ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും, അവന്റെ വളർച്ചയിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ എല്ലാവരുടെയും വളർച്ച ഒരുപോലെ അല്ല. നമ്മൾ ഒരാളെ വിധിക്കാനായിട്ട് പാടില്ല. ദൈവം ആ കുഞ്ഞിനെ, നമ്മുടെ കുഞ്ഞ് ജനിച്ച് വളരുമ്പോൾ ആ വളർച്ച കഴിഞ്ഞിട്ട് ഓരോ പ്രായത്തിൽ ചെല്ലുമ്പോഴും വ്യത്യസ്തമായ സ്വഭാവം കാണിക്കുന്ന പോലെ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും അവൻ വീണ്ടും ജനിച്ച് വളരും തോറും അവന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. ചിലപ്പോൾ കുറവുകളും കുറ്റങ്ങളൊക്കെ കാണും. അത് മറ്റുള്ളവർ കാണുമ്പോൾ ഇവനാണോ വിശ്വാസി എന്ന് ചോദിക്കും. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? മിണ്ടാതിരി, അവന്റെ വളർച്ച പൂർത്തിയാകട്ടെ, അവന്റെ പണി പൂർത്തിയാകട്ടെ. അന്നേരം നീ അവനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവന് എങ്ങനെയുള്ള വിശ്വാസിയാണെന്ന്. ഈ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസം നമ്മൾ എന്ത് ചെയ്തില്ല, കുറ്റം പറയത്തില്ല. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ വളർച്ച, വ്യത്യസ്തമായ താലന്തുകൾ, കൃപാവരങ്ങൾ ഓരോരുക്കും ദൈവം വിഭാഗിച്ചു തന്നിരിക്കുകയാണ്. ആ നിലയിൽ ഓരോ വിശ്വാസിയും വളരുകയാണ്. ആ വളർച്ച പൂർത്തിയാകുന്നതിന് മുമ്പിട്ട് നീയാണോ വിശ്വാസം എന്ന് ചോദിച്ചാൽ അതിനകത്ത് അർത്ഥമില്ല. നമ്മൾ അന്യോന്യം കൈക്കൊള്ളുവാൻ, നമ്മൾ അന്യോന്യം ഉൾക്കൊള്ളുവാൻ, അന്യോന്യം നമ്മൾ വിധിക്കാതിരിക്കാനൊക്കെയും ഈ ചിന്ത ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് നമ്മൾ മനസ്സിലായി, വെറും വിശ്വാസം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ യാക്കോബ് പറയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വിശ്വസിക്കുന്ന അഭിമാനിക്കുന്ന നിന്റെ വിശ്വാസം നിന്റെ പ്രവൃത്തികൾ കൂടി കാണിച്ചു തരിക. അതില്ലെങ്കിൽ നിന്റെ വിശ്വാസം വ്യർത്ഥമാണ്. അപ്പൊ യാക്കോബ് പറഞ്ഞത് ശരിയല്ലയോ? പൗലോസ് പറഞ്ഞത് ശരിയല്ലയോ? പൗലോസ് പറഞ്ഞ ആരോടാ? അവിശ്വാസികളോടാ. യാക്കോബ് പറഞ്ഞ ആരോടാ? അവിശ്വാസികളോടാ. അല്ല, വിശ്വാസികൾ അഭിമാനിക്കുന്നവരോടാ. മനസ്സിലായില്ലയോ? ആ നിലയിൽ നമുക്ക് ആ പ്രശ്നം അവിടെ വളരെ അനുഗ്രഹമായ നിലയിൽ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു. ദൈവം നമ്മെ സഹായിക്കട്ടെ.